എന്തൊരു ഹലോ, ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. അപ്പോൾ നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ്. ഞാൻ ദേ റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ സാരി. മുടി ഉണങ്ങാത്തത് കൊണ്ടാണ് മുടി കെട്ടാതിരിക്കുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മുടി കെട്ടി വയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ സമയം 8 മണിയായിട്ടുണ്ട്. ഞങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അതെല്ലാം നമ്മൾ അരി ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയാണ്. കാരണം നമ്മുടെ ട്രിവാൻഡ്രംകാരുടെ ഒരു ഉത്സവമാണ്. ഞാൻ ഇന്നലെ വൈകിട്ടാണ് പ്ലാൻ ചെയ്തത് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ വർഷം എനിക്ക് പൊങ്കാല ഇടാൻ പറ്റിയില്ല. കാരണം കഴിഞ്ഞ വർഷം ഞങ്ങൾ പോണ്ടിച്ചേരിക്ക് നമ്മൾ ഗേൾസ് ട്രിപ്പ് പോയിരുന്നു. അപ്പോൾ ഇത്തവണ കിട്ടിയിട്ട് ചെയ്യാണ്ടിരിക്കാൻ മോശമല്ലേ. അപ്പോൾ അങ്ങനെ രാത്രി പ്ലാൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പൊങ്കാല ഇടാൻ വേണ്ടി നമ്മൾ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 8:45 സോ യെസ്, ഞാൻ ഇപ്പൊ മുടി കെട്ടും കേട്ടോ. ഇത്തവണ അമ്മ ഇടുന്നില്ല പൊങ്കാല, ഞാൻ മാത്രമാണ് ഇടുന്നത്. ഞാനും പിന്നെ എൻ്റെ അച്ഛൻ്റെ ബ്രദറിന്റെ വൈഫ്, എൻ്റെ ചിറ്റയുണ്ട്, നീതി ചിറ്റയാണ്. കൊല്ലത്ത് നിന്ന് അവർ വന്നിട്ടുണ്ടായിരുന്നു. സോ അവരുമായിട്ടാണ് നമ്മളിത് പൊങ്കാല. അപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. 9:45 നമ്മൾ തിരി തെളിയിക്കുന്നത്, അടുപ്പ് കൂട്ടുന്നത്. സോ അരിയെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി നോക്കാം. നല്ല വെയിലുണ്ട്, ഭയങ്കര വെയിലാണ്. എപ്പോഴും ഈ പൊങ്കാല സമയത്ത് തലേ ദിവസം ചെറിയൊരു മഴ പെയ്യും, പിന്നെ പൊങ്കാല സമയത്തൊരു വെയിലൊക്കെ ആയിരിക്കും. ഭയങ്കര വെയിലാണ്, ചൂട്, നല്ല ചൂടുണ്ട്. അതുകൊണ്ട് തോർത്തൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. ഞാൻ കുറച്ചു നേരം ഇപ്പം അകത്തോട്ട് വന്നായിരുന്നു. ഇനി സമയമുണ്ട്, കാരണം നമ്മൾ റെഡിയാണ്. വേണമെങ്കിൽ കുറച്ച് സൂം ചെയ്തോ കേട്ടാ. വേണം നമ്മളെ സ്ത്രീകളെല്ലാവരും പൊങ്കാല ഇടാൻ വേണ്ടി റെഡിയായി നിൽക്കുമ്പോൾ ഇവരുണ്ടല്ലോ, ഇവരിവിടെ ബാക്കിലൊരു ബാക്ക് ബോണായിട്ട് സപ്പോർട്ടായിട്ട് നിൽപ്പുണ്ട്. ഈ ഓറഞ്ച് ഷർട്ട് ഇട്ട് നിൽക്കുന്നതാണ് കൊച്ചിച്ചനുണ്ട്, ചിറ്റയുടെ ഹസ്ബൻഡ്. ഈ യെല്ലോ ഷർട്ട് ഇതെൻ്റെ മാമനാണ്, സുദർശന മാമൻ. ദെൻ ഈ ചെയറിൻ്റെ അടുത്തായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്, അതാണ് എൻ്റെ അച്ഛൻ. ഞാൻ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അങ്ങ് ഇരിക്കും. അരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഇരിക്കും കേട്ടോ. എൻ്റെ അവസ്ഥ അങ്ങനെ ആവും. അയ്യോ. തേങ്ങ അരച്ചത് തട്ടിക്കൊടുക്കുന്ന ഒരു നിമിഷമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഏറ്റവും ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇടും തോറും നമ്മൾ തവി വെച്ചിട്ട് ഇളക്കുന്ന സമയത്ത് അടി പിടിക്കാൻ പാടില്ല. അടി പിടിച്ചാൽ തീർന്നു. അതാണ് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള സാധനം നമുക്ക്. അപ്പോൾ ഈ അടി പിടിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഈ തീ കുറച്ചൊന്ന് അണച്ചതിന് ശേഷം ഒന്ന് കുറച്ചിട്ടതിന് ശേഷം പിന്നെ ഇങ്ങനെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കും. കംപ്ലീറ്റ്ലി ഇൻ ആൻഡ് ഔട്ട് ഞങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കണം. അതാണ്, ഇല്ലെങ്കിൽ അടി പിടിക്കും. ആൻഡ് ദ ഫൈനൽ റിസൾട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്തായി എന്നുള്ളത്. ചിറ്റയുടെയും ഷീജാൻ്റെയുടെ ഒക്കെ പായസം എന്നെക്കാട്ടി നേരത്തെ റെഡി കേട്ടോ. എൻ്റെ അരി കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരൊക്കെ 1 kg ഒക്കെ വെച്ച് ഇട്ടു, ഞാൻ ½ kg ആണ് ഇട്ടത്. എന്നിട്ട് എൻ്റെത് ഇത്രയും സമയം എടുത്തു. കുഞ്ഞുകാലം ആയതുകൊണ്ടായിരിക്കാം. അവരുടെയൊക്കെ നേരത്തെ റെഡിയായി, അവർ ഇലയൊക്കെ മൂടി റെഡിയായി ഓക്കെ ആക്കി വെച്ചു.
അങ്ങനെ ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞു. അരിപ്പായസമാണ്, ശർക്കര പായസമാണ് വെച്ചത്. 1 മണിക്കൂർ എടുത്തു. കഴിഞ്ഞു, എല്ലാവരും ഓൾമോസ്റ്റ് കഴിഞ്ഞു. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ആറ്റുകാലമ്മയ്ക്ക് വ്രതം നോറ്റ് പൊങ്കാലക്കലത്തിൽ അരി തിളപ്പിച്ച് അങ്ങനെ പൊങ്കാല ഇട്ട് കഴിഞ്ഞു. അയ്യോ, എന്റെ മുഖമൊക്കെ ആകെ ടാനായിട്ടുണ്ട്. നല്ല വെയിലാണ്. നല്ല വെയിലെന്ന് പറഞ്ഞാൽ വെയിലും പിന്നെ തീയും പുകയും എല്ലാം കൂടി ആകുമ്പം ഊഹിക്കാമല്ലോ. അപ്പോ 1 മണിക്കൂർ എടുത്തുള്ളൂ. ഇപ്പൊ ഞാനിവിടെ വന്ന് സിറ്റ് ഔട്ടിൽ ഇരിക്കുവാണ്. സിറ്റ് ഔട്ടിലല്ല, 2nd ഫ്ലോറിൽ വീട്ടിൽ വന്നിരിക്കുവാണ്. ഞങ്ങളിവിടെ ജഗതി തന്നെയാണ് ഇട്ടത്. ഞങ്ങളുടെ മാമന്റെ റിലേറ്റീവ് മാമന്റെ വീട്ടിലാണ് ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ തന്നെയാണ് പൊങ്കാല ഇടുന്നത്. അങ്ങനെ ആറ്റുകാൽ പൊങ്കാല. അപ്പൊ പിന്നെ 2026 ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞിട്ടുണ്ട്. സാരി ഉടുത്ത് പൊങ്കാല ഇടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ് ആക്ച്വലി. ബിക്കോസ് സാരി ഇങ്ങനെ തീ വന്നുകൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് അല്ലാത്തതല്ല, കോട്ടൺ തന്നെയാണ്. അതായത് പിന്നെ കുഴപ്പമില്ല, ഹാൻഡ്ലൂം ആയിട്ട് കുഴപ്പമില്ല. അങ്ങനെ അപ്പോ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ അച്ഛൻ ജ്യൂസ് എന്തൊക്കെ മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് സദ്യ ഫുഡ് അങ്ങനെ എന്തോ കാര്യങ്ങളൊക്കെ ആണ്, ഒന്നും അറിയില്ല. ജഗതിയിൽ തന്നെ എല്ലാവർക്കും അന്നദാനം ഉണ്ടായിരുന്നു. ഫ്രീ ആണ്, അന്നദാനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂ ആണ് ഈ കാണുന്നത്. അത്രയും നേരം വെയിലത്ത് നിന്നാണ് കുറേ പേര് ഭക്ഷണം മേടിച്ചത്. നമ്മൾ ഓൾറെഡി കുറച്ച് ഭക്ഷണം ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാറ്ററിംഗുകാർ കൊണ്ടുവച്ചിട്ടാണ് ഇതായി പോയത്. ഒരു കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു നല്ല സദ്യയായിരുന്നു. സദ്യയല്ല, ഒരു പെർഫെക്റ്റ് ഊണ് അതായിരിക്കും വേണമെങ്കിൽ പറയാം. നമ്മളെല്ലാം പിന്നെ പൊങ്കാലൊക്കെ കഴിഞ്ഞ് വട്ടമേശ സമ്മേളനം കൂടുന്ന പോലെ എല്ലാവരും കൂടെ വന്നിട്ട് ചർച്ചയായിരുന്നു. ഞങ്ങൾ ആ ഇറാൻ അവിടെ സ്ഫോടനവും അങ്ങനത്തെ കാര്യം മിസൈലൊക്കെ ഉണ്ടല്ലോ, അതിനെപ്പറ്റിയുള്ള വലിയ ചർച്ചകളിലായിരുന്നു. എടുത്തു പറയേണ്ട ഒന്നായിരുന്നു ഇവരുടെ ഈ ഒരു ഫുഡ് ഐറ്റം. കാരണം ഒത്തിരി കറികളുണ്ടായിരുന്നു. കറികളെല്ലാം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ പൊങ്കാലയ്ക്ക് വന്ന കുറച്ച് പേർക്കും ഭക്ഷണം ഒത്തിരി കളയേണ്ടി വരും എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ കുറേ പേർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. നല്ല ഫുഡ് ഐറ്റം ആയിരുന്നു. നല്ല ഐറ്റംസ് ആയിരുന്നു. അവിയലൊക്കെ നല്ല തേങ്ങയൊക്കെ അരച്ച് കാഷ്യൂനട്ടൊക്കെ അരച്ച് നല്ല ടേസ്റ്റുള്ള. അങ്ങനെ 2:15 നിവേദ്യ സമയം. നമ്മുടെ ജഗതി മുടിപ്പുരയിലുള്ള പൂജാരി വന്നിട്ടാണ് നിവേദ്യം ചെയ്തത്. അങ്ങനെ ഈ വർഷത്തെ പൊങ്കാലയും കഴിഞ്ഞു. അപ്പോൾ പൊങ്കാല കഴിഞ്ഞിട്ടുണ്ട്. 2026 ആറ്റുകാൽ മഹോത്സവം പൊങ്കാലയോടെ സമാപിച്ചിട്ടുണ്ട്. എനിക്ക് ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല തിരക്കായിപ്പോയി. നിവേദ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഓട്ടമായിരിക്കും, ബഹളമായിരിക്കും. റോഡ് മൊത്തവും വണ്ടികൾ കുറേ തിരക്കാകും. പിന്നെ ഞങ്ങൾ നടന്നങ്ങ് വീട്ടിലോട്ട് വന്നു. ഒരു 600 മീറ്ററേ ഉള്ളൂ നടക്കാൻ വേണ്ടിയിട്ട്. അതാണ് അപ്പം വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്തത്. നല്ലൊരു ദിവസമായിരുന്നു. വേറെ ഭയങ്കര സ്മൂത്തായിട്ട് തന്നെ പോയി, ഹറിബറി ഇല്ലാത്ത നന്നായിട്ട് പോയി. ഭയങ്കര ഒരു നല്ല ദിവസമാണ് ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. കാരണം എല്ലാ സ്ത്രീകളും ജാതി മതഭേദമന്യേ ഇങ്ങനെ ഒരു ഒത്തൊരുമയുണ്ടല്ലോ. പാളയം പള്ളിയുടെ അവിടെ സ്ത്രീകൾക്ക് വേണ്ടി പള്ളി തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു പൊങ്കാല ഇടാൻ വേണ്ടി. അപ്പോൾ ഒരു ഭയങ്കര യൂണിറ്റി ഉള്ളൊരു ദിവസമാണ് ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. ഒരു തിരുവനന്തപുരത്തുകാരി എന്ന നിലയിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. കാരണം നമ്മുടെ ലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എന്താ പറയുക, അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് ഭയങ്കര ഒരു യൂണിയനാണ്. അത് ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. സത്യം പറഞ്ഞത് ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റാണ്. അതുകൊണ്ടായിരിക്കും എനിക്ക് സങ്കടം വന്നത്. സോ നല്ലൊരു ദിവസമായിരുന്നു. അടുത്ത വർഷം എനിക്ക് ഇതേപോലെ ഇത്തവണ ഇടാൻ പറ്റാത്തവർക്ക് അടുത്ത വർഷം ഇടാൻ പറ്റട്ടെ. എനിക്കും അടുത്ത വർഷം ഇടാൻ പറ്റട്ടെ. ടച്ച് വുഡ്. ഇനി പായസം കഴിക്കണം. ഞാൻ ഉണ്ടാക്കിയ പായസം കഴിക്കണം. ഓക്കെ, അതിൻ്റെ ഇതുകൂടെ ഞാൻ ഇട്ടേക്കാം കേട്ടോ. അങ്ങനെ അപ്പോൾ പായസം കഴിച്ചിട്ട് ഉള്ളത് ഞാൻ അയച്ചേക്കാം. അപ്പോൾ പൊങ്കാല ഇട്ടവർക്കും അടുത്ത വർഷം ഇനി ഇടാൻ പറ്റട്ടെ എല്ലാവർക്കും ഒരുപോലെ. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.